എനിക്കറിയാം വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി എന്നുള്ളൊരു കാര്യം തന്നെ. പക്ഷെ നല്ലൊരു ഇതുണ്ടല്ലോ, അതായത് ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരണം എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ കൂട്ടിവെച്ചാൽ മാത്രം മതി. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ ആഴ്ച എന്ന് പറഞ്ഞപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ തീരാറായി എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ ആഴ്ച നമുക്ക് ലഭിച്ചിട്ടുള്ള എന്തൊക്കെയാണ് പുതിയ ന്യൂസ് അപ്ഡേറ്റ്സ്, സിനിമയെക്കുറിച്ചിട്ടുള്ള സീരീസിനെ കുറിച്ചിട്ടുള്ള, അതുകൂടാതെ എന്തൊക്കെ പുതിയ ലീക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു റൗണ്ട് അപ്പ് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആദ്യം സമയം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ ലേറ്റ് തന്നെയാണ്, ഇനി കുറച്ചും കൂടി ലേറ്റ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. സോ ആദ്യം തന്നെ എനിക്ക് ചെറിയൊരു ക്ഷമാപണം എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് എനിക്ക് പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ ആടുജീവിതം സിനിമ റിവ്യൂ ചെയ്യണമെന്ന് ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ അടുത്തിടെയാണ് എനിക്ക് സിനിമ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്താണ് റിവ്യൂ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നത് തന്നെ. പക്ഷെ എന്നിരുന്നാലും ഞാനൊരു കാര്യം നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ അങ്ങോട്ട് പറയാം. ഈ വരുന്ന വർഷം നമ്മൾ എന്താണെങ്കിലും ഓസ്കറിന് പോകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് രാജുവിൻ്റെ ആടുജീവിതത്തിൻ്റെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മറ്റൊരു സിനിമ തന്നെയായിരുന്നു മോൺസ്റ്റർവേഴ്സിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ. ആൻഡ് റീസെൻ്റ്ലി മോൺസ്റ്റർവേഴ്സ് പടത്തിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം അവർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് മോൺസ്റ്റർവേഴ്സിലെ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്നാണ് പറയുന്നത്. $135 മില്യൺ അവർ ഈ ഒരു സിനിമയ്ക്ക് മുതൽ മുടക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തന്നെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ അവർ ഇറക്കിയ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. അത് സത്യം പറഞ്ഞാൽ 175 to 200 ഇൻ ബിറ്റ്വീൻ ആയിരുന്നു ആ സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് പിന്നെ ഗോഡ്സില VS കോങ്ങിലേക്ക് നമ്മൾ നോക്കിയാൽ 155 മില്യൺ ആയിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ പടം കണ്ടോ? നിങ്ങൾക്ക് ഈ ഒരു പുതിയ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ മെൻഷൻ ചെയ്യുക. സോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതുമാണ്. ആൻഡ് റീസെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർവൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റിയിലാണ് ഇനിയിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോണെന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ കുറേ അപ്കമിങ് ആയിട്ടുള്ള പ്രൊജക്ട്സ് കാര്യങ്ങളെല്ലാം അവർ സത്യം പറഞ്ഞാൽ ക്വാളിറ്റി ചെക്കിൽ കൂടി തന്നെ അവർ ക്യാൻസൽ ചെയ്യാന്നുള്ളൊരു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയിലാണ് നമുക്ക് സത്യം പറഞ്ഞാൽ തണ്ടർബോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൊരു കാര്യം തന്നെ. കാരണം ഞാൻ പല വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു ഇൻഫോർമേഷൻ ന്യൂസ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെ. പക്ഷെ റീസെൻ്റ്ലി ഫ്ലോറൻസ് പ്യൂഗ് ഒരു വീഡിയോ പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതായത് തണ്ടർബോൾട്ട് എക്സിസ്റ്റ് എന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് പുള്ളിക്കാരി ജസ്റ്റ് സെറ്റ് അവിടെ സംഭവിക്കുന്ന BTS കാര്യങ്ങളെല്ലാമാണ് നമ്മളെ കാണിച്ചു തരാനൊക്കെ ഉദ്ദേശിച്ചുള്ളത്. നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും ഏതോ ആക്ഷൻ സീൻസിൻ്റെയൊക്കെ അവിടെ നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമയായിരിക്കും എന്നൊരു കാര്യം. കാരണം എന്താണെങ്കിലും ഡിസ്നി അല്ലെങ്കിൽ മാർവൽ ഇപ്പോൾ തണ്ടർബോൾട്ട്സ് അവരെന്താണെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടില്ല. സോ അപ്പോൾ ക്വാളിറ്റി ചെക്കിലേക്കാണ് അവർ നോക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഊഹിക്കാം അത്യാവശ്യം നല്ലൊരു സിനിമയായിരിക്കും എന്നൊരു കാര്യം. പക്ഷേ എന്താ പറയണ്ട, എല്ലാം നമുക്ക് നോക്കാം, ഇറങ്ങി കഴിഞ്ഞിട്ടേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നത് തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു അപ്ഡേറ്റ് തന്നെയാണ് പീഡ്രോ പാസ്കലിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം തന്നെ. ആൻഡ് പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഓഫ് അസിൻ്റെ സീസൺ 2 ഓൾമോസ്റ്റ് ഫിലിമിങ് കഴിഞ്ഞിട്ടിരിക്കുക തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം തന്നെ, അതായത് ഓഗസ്റ്റിൽ ഫെൻറ്റാസ്റ്റിക് 4 ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. നമുക്ക് വേറൊരു ചെറിയൊരു അപ്ഡേറ്റും കൂടി നമുക്ക് എന്താണ് ഫെൻറ്റാസ്റ്റിക് 4 ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സിൽ സംഭവിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഇത് സത്യം പറഞ്ഞാൽ അവർ MCUലാണല്ലോ അവർ ചെയ്യുന്നത്, MCUലൊക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മൾട്ടിവേഴ്സ് അവർ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു മറ്റൊരു മൾട്ടിവേഴ്സിൽ സംഭവിക്കുന്ന ഒരു സിനിമയായിട്ടാണ് നമ്മളെ കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷെ അവർ ഈ ഒരു മൾട്ടിവേഴ്സുകളെല്ലാം ലിങ്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ അതിൻ്റെ ബിഗ്ഗസ്റ്റ് കാര്യം മിക്കവാറും ഡെഡ്പൂൾ ആകാനാണ് സാധ്യത കൂടുതൽ തന്നെ. ഡെഡ്പൂളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. സോ വെയിറ്റ് ഫോർ ഇറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഡെഡ്പൂൾ തന്നെയായിരിക്കും ഇതെല്ലാം കണക്ഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. സോ മൾട്ടിവേഴ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ MCUവിനകത്ത് ആദ്യമായി നമ്മളെ മൾട്ടിവേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ. എനിക്കറിയാം അതിനകത്ത് പ്രത്യേകിച്ച് വലിയ മൾട്ടിവേഴ്സിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ നമുക്ക് അല്ലറ ചില്ലറ മൾട്ടിവേഴ്സ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനകത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇല്ലുമിനാറ്റി ടീമിനെ നമ്മൾ ഓരോരുത്തരും മീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ്
സത്യം പറഞ്ഞാൽ മാർവലിൻ്റെ റീസെൻ്റ് ഒരു ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ഇല്ലുമിനാറ്റി ടീമിൻ്റെ കൂടെ തന്നെ അവർ ഡോക്ടർ ഡൂവിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. ആൻഡ് പടത്തിൻ്റെ എന്താ പറയുക ഓൾമോസ്റ്റ് ഷൂട്ടിങ്ങിൻ്റെ ടൈമിലായിരുന്നു അവർ സത്യം പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ എന്താണ് മാർവൽ ഹിൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, സീക്രട്ട് വാർസ് തന്നെയാണ്. കാരണം തന്നെ ഡൂമിനെ പോലെയുള്ളൊരു വില്ലനെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സിനിമയെ കമ്മിയായിട്ട് കാണിച്ചിട്ട് പെട്ടെന്ന് വന്ന് സ്കാർലെറ്റ് വെച്ച് ഇങ്ങനെ കൊല്ലുക. കാരണം നമുക്കറിയാലോ എന്താണ് ഇല്ലുമിനാറ്റി ടീമിന് സംഭവിച്ചെന്നുള്ളൊരു കാര്യം തന്നെ. സോ എന്താ പറയുക, ഡൂമിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എന്താണ് ഈ മാർവൽ ചെയ്തത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അത് ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് ഡൂമിനെ ഇല്ലുമിനാറ്റിയുടെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. പക്ഷെ അത് അവർ ചെയ്യാഞ്ഞത് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെ. സോ ഇതാണ് നമുക്ക് ലേറ്റസ്റ്റ് മാർവലിൻ്റെ ബാക്കിയുള്ള അപ്കമിങ് പ്ലാൻസിനെ കുറിച്ചുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഞാൻ ഇപ്പോഴും ആലോചിക്കുക തന്നെയാണ് ഡെഡ്പൂളിൻ്റെ ആ ഒരു ട്രെയിലറിനകത്ത് അവർ ആ ഒരു കോമിക് ബുക്ക് ഡൂമിൻ്റെ ആ ഒരു കോമിക് ബുക്ക് കാണിച്ചതിൻ്റെ റീസൺ അറിയാം, സീക്രട്ട് വേഴ്സ് അല്ല വേറൊന്നുമല്ല. അത് പറയുമ്പോൾ തന്നെ കാരണം ഇപ്പോൾ നമ്മൾ സാം റാമിയുടെ കാര്യം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാം റാമിയുടെ സ്പൈഡർമാൻ 4 കുറിച്ചിട്ടുള്ള കുറേയധികം റൂമേഴ്സ് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ലഭിക്കുന്നുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ടോബി മെക്യൂർ തിരിച്ചു വരാൻ പോവാണ്, വൾച്ചർ ആയിരിക്കും പുതിയ വില്ലൻ, അതുകൂടാതെ മിസ്റ്റീരിയോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സാം റാമിയുടെ യൂണിവേഴ്സ്. അതിന് മുമ്പ് നമുക്ക് എന്താണെങ്കിലും മിസ്റ്റീരിയോനെ കിട്ടിയത് തന്നെയാണ്. പക്ഷേ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു അറിവൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നാലും സോണിക്കും കൊളംബിയൻ പിക്ചേഴ്സിനും ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെതിരല്ല. എനിക്ക് അന്നും എന്നും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് സ്പൈഡർമാൻ. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന നോവേ ഹോമിൻ്റെ വരെ ഒരു ഫാൻ ആയിരുന്നു ഞാൻ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് സാം റാമി പറഞ്ഞിട്ടുള്ളത് തന്നെ. ഒരിക്കൽ കൂടി ടോബിയെ സ്പൈഡർമാനായിട്ട് കാണാൻ സാധിച്ചതിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ ഹാപ്പിയാണെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഇനി മാർവലും അതുകൂടാതെ തന്നെ സോണിയും ആവശ്യപ്പെട്ട സ്പൈഡർമാൻ 4 വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഓപ്പൺ ആണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ചെറിയൊരു നിരാശയാണ് എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ സോണി ഈ പറയുന്ന ചപ്പ് ചവറ സിനിമ ചെയ്യുന്നതിലും ഇങ്ങനത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻസ് എങ്കിലും അത് ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്താണെങ്കിലും അത് നമുക്കൊരു നല്ലൊരു ശുഭാപ്തി പ്രതീക്ഷ നമുക്ക് എന്താണെങ്കിലും കൊടുക്കാം. സോ സ്പൈഡർമാൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് യെസ് ബിയോണ്ട് ദ സ്പൈഡർവേഴ്സിൽ വരുന്ന ആ ഒരു അടുത്ത സിനിമ അവർ ഡിലേ ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും നമുക്കൊരു കാര്യം അറിയാം, സോണിയുടെ ആനിമേഷൻ സിനിമകൾ എന്താണെങ്കിലും കിടിലൻ തന്നെയാണ്. സോ നമുക്ക് നല്ലൊരു ശുഭാപ്തി പ്രതീക്ഷ ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്താണെങ്കിലും കൊടുക്കാം. ഇനി നമുക്ക് നേരെ മാർവലിൻ്റെ മറ്റൊരു പ്രൊജക്റ്റിലേക്ക് നമുക്ക് നോക്കാം. അത് മറ്റൊന്നുമല്ല, ഗോസ്റ്റ് റൈഡറിൻ്റെ ഒരു ലൈവ് ആക്ഷൻ സിനിമ ചെയ്യാൻ വേണ്ടി മാർവൽ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹോളിവുഡിലെ തന്നെ ഒരു ടോപ്പ് ടിയർ ആയിട്ടുള്ളൊരു ആക്ടറിനെ വെച്ചായിരിക്കും അവർ ചെയ്യാൻ പോകണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് സത്യം പറഞ്ഞാൽ വാട്ട് ഈഫിനകത്ത് ഗോസ്റ്റ് റൈഡറിനെ കൊണ്ടുവരാൻ അവർക്ക് നല്ല രീതിയിൽ തന്നെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ലൈവ് ആക്ഷൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ വാട്ട് ഈഫിനകത്ത് കൊണ്ടുവരാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് നമുക്ക് കുറേയധികം റൂമേഴ്സിലേക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിയാനോ റീവ്സ് ആകാം ഈ ഒരു പുതിയ ഗോസ്റ്റ് റൈഡർ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ അല്ലെങ്കിൽ റയാൻ ഗോസ്ലിംഗ് ആകാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരെയാണ് നിങ്ങൾക്ക് പുതിയ ഈ ഒരു റീബൂട്ട് ഫ്രാഞ്ചൈസി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഗോസ്റ്റ് റൈഡർ ആയിട്ട് കാണാൻ താല്പര്യം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരിക്കൽ കൂടി നിക്കോളാസ് കേജിനെ അല്ലെങ്കിൽ നിക്ക് കേജിനെ MCUവിൽ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ ഗോസ്റ്റ് റൈഡർ എന്ന് പറഞ്ഞ സിനിമ എന്താണെങ്കിലും മാർവൽ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു സിനിമയെക്കുറിച്ചുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. കാരണം നേരത്തെ സിനിമയുടെ പേര് അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കാങ്ങിനെ പറഞ്ഞു വിട്ടതിൻ്റെ കൂടെ തന്നെ അവർ അതിൻ്റെ പേരും മാറ്റിയിട്ട് അവഞ്ചേഴ്സ് 5 എന്നാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഡയറക്ടർ ആരാന്നറിയില്ല, സ്റ്റോറി എന്താണെന്ന് മാർവലിന് പോലും അറിയില്ല. പക്ഷെ എന്തൊക്കെ തേങ്ങയാണെങ്കിലും അടുത്ത വർഷം പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് മാർവൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. എന്താവോ എന്തോ ഒന്ന് നിങ്ങൾ ആലോചിച്ചു, ഒരു കാര്യം അവർ അനൗൺസ് ചെയ്തിട്ടില്ല, പിന്നെ ഇവരെ എങ്ങനെ തുടങ്ങാനാണ് എനിക്കറിയില്ല, എനിക്കൊരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച്. സോ ഇനി നമുക്ക് നേരെ ഡെഡ്പൂൾ 3 വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം സിനിമയുടെ റൺ ടൈം തന്നെയാണ്. 2 മണിക്കൂർ 10 മിനിറ്റ് ആയിരിക്കും ഇപ്പം അവർ സത്യമന പറയുന്ന ആ ഒരു റൺ ടൈം സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ആൻഡ് അതുകൂടാതെ ഭൂരിഭാഗം സിനിമ ഈ ഒരു വോയിലായിരിക്കും ടേപ്പ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ മോസ്റ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ഡെഡ്പൂൾ ഈ ഒരു TV-യുടെ ക്വാർട്ടേഴ്സിൽ വന്നിട്ട് പുള്ളിക്കാരൻ ഈ ഒരു പല മൾട്ടിവേഴ്സിലേക്കും പോകുന്നത് തന്നെ ആയിരിക്കാം അവരിനകത്ത് കാണിച്ചു തരാൻ, അല്ലെങ്കിൽ പല ടൈം ലൈനിലേക്കും പോകുന്നത് തന്നെ ആയിരിക്കും നമുക്കിതിനകത്ത് കൂടുതലും കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെ. ആൻഡ് റീസെൻ്റ്ലി നമ്മൾ നോക്കിയാൽ റിയാൻ റെനോൾഡ്സും അതുകൂടാതെ തന്നെ മാർക്ക് റഫലോയും കൂടി ചേർന്നിട്ട് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് ഹൾക്ക്.
ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ കുറേയധികം റീഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ആൻഡ് ആ ഒരു റീഷൂട്ട് നമുക്ക് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കമിയോസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ മേ ബി നമുക്ക് ചിലപ്പോൾ ഹൾക്കിനെയും നമുക്കൊരു കമിയോ ആയിട്ട് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ആലോചിക്കാം, ഡെഡ്പൂൾ vs ഹൾക്ക് നമുക്കൊരു ഫൈറ്റിംഗ് കാണാൻ സാധിക്കും, നമുക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫാൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊന്നുമല്ല, ഡെഡ്പൂൾ vs വോൾവറിൻ ആയിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയാണ്. അത് നമുക്ക് എന്താണെങ്കിലും കിട്ടുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ആഴ്ച, എനിക്കറിയാം ഈ ആഴ്ച തീരാറായി, എന്താണെങ്കിലും ഈ ആഴ്ച നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂസ് ഇത് തന്നെയാണ്. അടുത്ത ആഴ്ചയിലെ ന്യൂസും കൊണ്ട് ഞാൻ എന്തായാലും നേരത്തെ തന്നെ വരുന്നത് തന്നെയായിരിക്കും. സോ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പം നല്ല ചൂട് തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് എന്താ പറഞ്ഞാൽ ഉരുകി ചാവുക തന്നെയാണ്. ഇനി കൂടുതൽ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളാരും വെറുപ്പിക്കുന്നില്ല. ഷാറുഖ് ഖാൻ പറഞ്ഞ പോലെ യെല്ലോ നോട്ട് ഇഫ് യെല്ലോ, കൂടുതൽ യെല്ലോയാണിത്. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.